ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. IPL താരലേലം 2023 17ാമത് സീസണിലേക്കുള്ള 2024 IPL കളിക്കാരുടെ ലേലം നടന്നത് ദുബായിൽ വെച്ചാണ്. ആദ്യമായാണ് ഇന്ത്യക്ക് പുറത്തുവെച്ച് IPL ലേലം നടക്കുന്നത്. IPL ചരിത്രത്തിൽ ആദ്യമായി വനിതാ ഓപ്ഷണറായ മല്ലിക സാഗറാണ് ലേലം നിയന്ത്രിച്ചത്. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച താരം ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കാണ്. 24.75 കോടി രൂപയാണ് മിച്ചൽ സ്റ്റാർക്കിന് ലഭിച്ചത്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ് ഇത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 24.75 കോടിക്ക് മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത്. ഏറ്റവും ഉയർന്ന തുക ലഭിച്ച രണ്ടാമത്തെ താരം ഓസ്ട്രേലിയയുടെ തന്നെ പാറ്റ് കമ്മിൻസ് ആണ്. 20.5 കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് കമ്മിൻസിനെ സ്വന്തമാക്കിയത്. IPL ലേലത്തിൽ 20 കോടി രൂപയ്ക്ക് മുകളിൽ തുക ലഭിച്ച ആദ്യ താരമായി പാറ്റ് കമ്മിൻസ്. ഏറ്റവും കൂടുതൽ തുക ലഭിച്ച ഇന്ത്യൻ താരം ഹർഷൻ പട്ടേലാണ്. 11.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് ആണ് ഹർഷനെ സ്വന്തമാക്കിയത്. ആഭ്യന്തര താരങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് ഉത്തർപ്രദേശിന്റെ സമീർ റിസ്വിക്കാണ്. 8.40 കോടിക്ക് ചെന്നൈ കിങ്സ് ആണ് സമീറിനെ സ്വന്തമാക്കിയത്. ഇന്ത്യൻ വംശജനായ ന്യൂസിലൻഡ് താരം രജിൻ രവീന്ദ്രയെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി. ശ്രീലങ്കൻ താരം ദിൽഷൻ മധുശങ്കയെ സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. 2023 ഡിസംബറിൽ വയനാട്ടിൽ പിടിയിലായ കടുവയെ ഏത് പാർക്കിലേക്കാണ് മാറ്റിയത്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. 2023 ഡിസംബറിൽ വയനാട്ടിൽ പിടിയിലായ കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് മാറ്റിയത്. 2023 ഫുഡ് ആപ്പ് വഴി രാജ്യത്ത് ഏറ്റവും അധികം വിൽപ്പന നടന്ന ഭക്ഷ്യവിഭവം ഏതാണ്? ബിരിയാണി. ബിരിയാണിയാണ് 2023 ഫുഡ് ആപ്പ് വഴി രാജ്യത്ത് ഏറ്റവും അധികം വിൽപ്പന നടന്ന ഭക്ഷ്യവിഭവം. 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഹരിയാനയാണ് 2023 നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം. ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് 2, 3 സ്ഥാനങ്ങളിൽ. കേരളം ഗെയിംസിൽ 17ാമത് സ്ഥാനത്താണ് ഉള്ളത്. ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടിയിലേറെ പേർ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി എന്ന റെക്കോർഡ് നേടിയ കമ്പനി ഏതാണ്? ഇൻഡിഗോ. ഇൻഡിഗോ വിമാന കമ്പനിയാണ് ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടിയിലേറെ പേർ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി എന്ന റെക്കോർഡ് നേടിയത്. മൊത്തം യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 10 വിമാന കമ്പനികളിൽ ഒന്നാണ് ഇൻഡിഗോ. ഇന്ത്യയിലെ പുതിയ ഇസ്രായേൽ അംബാസഡർ ആരാണ്? റൂവൻ അസർ. റൂവൻ അസർ ആണ് ഇന്ത്യയിലെ പുതിയ ഇസ്രായേൽ അംബാസഡർ. 2023 ഡിസംബറിൽ ഭൂകമ്പമുണ്ടായ രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് 2023 ഡിസംബറിൽ ഭൂകമ്പമുണ്ടായ രാജ്യം. ചൈനയിലെ ഗാൻസുവിലെ ലിയുഗൌ എന്ന സ്ഥലമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 2023 CEO ഓഫ് ദ ഇയർ ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? സാം ആൾട്ട്മാൻ. സാം ആൾട്ട്മാനെയാണ് 2023 CEO ഓഫ് ദ ഇയർ ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത്.
ഓപ്പൺ എഐയുടെ സഹസ്ഥാപകനും സിഇഒയുമായിരുന്ന വ്യക്തിയാണ് സാം ഓൾട്ട്മാൻ. സായുധ സേനയെക്കുറിച്ച് യുവാക്കളിൽ അവബോധം വളർത്തുന്നതിനുള്ള മിലിട്ടറി സാഹിത്യോത്സവത്തിന്റെ 7ാമത് പതിപ്പ് നടന്നത് എവിടെയാണ്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൽ വെച്ചാണ് സായുധ സേനയെക്കുറിച്ച് യുവാക്കളിൽ അവബോധം വളർത്തുന്നതിനുള്ള മിലിട്ടറി സാഹിത്യോത്സവത്തിന്റെ 7ാമത് പതിപ്പ് നടന്നത്. 2023 ഓസ്കാർ നാമനിർദ്ദേശ പട്ടികയിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ്? ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. മലയാള ചിത്രമായ ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രമാണ് 2023 ഓസ്കാർ നാമനിർദ്ദേശ പട്ടികയിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഇടം നേടിയ മലയാള ചിത്രം. സിസ്റ്റർ റാണി മറിയയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കിയ ചിത്രമാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. ഷെയ്സൺ പി ഔസേഫാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. അൽഫോൺസ് ജോസഫാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? സൂര്യകിരൺ. സൂര്യകിരൺ എന്ന സൈനികാഭ്യാസമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസം. 2023 സൂര്യകിരൺ സൈനികാഭ്യാസത്തിന്റെ 17ാമത് പതിപ്പ് ഉത്തരാഖണ്ഡിലെ പിത്തോരഗഡിൽ വെച്ചാണ് നടന്നത്. ലോകത്ത് പ്രവാസികളുടെ പണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന രാജ്യം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്ത് പ്രവാസികളുടെ പണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന രാജ്യം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ രാജ്യം. 2023 വിദേശ ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയച്ച പണം 10.41 ലക്ഷം കോടി രൂപയാണ്. 12,500 കോടി ഡോളർ. ഇന്ത്യയുടെ പ്രവാസികളുടെ പണം ആദ്യമായാണ് 10 ലക്ഷം കോടിക്ക് മുകളിൽ കടക്കുന്നത്. അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം ഇന്ത്യയിൽ എത്തിയത്. UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് തൊട്ട് പിറകിൽ. മഗധയിലെ രാജാവായിരുന്ന ജരാസന്ധന്റെ 20 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ബീഹാറിലാണ് മഗധയിലെ രാജാവായിരുന്ന ജരാസന്ധന്റെ 20 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിക്കുന്നത്. മഹാഭാരത കഥയിൽ ഭീമസേനനും ജരാസന്ധനും മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ട സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന രാജ്ഗിറിലെ ജരാസന്ധ അഖാഡയിലാണ് ഈ പ്രതിമ നിർമ്മിക്കുന്നത്. കേരള ടൂറിസം വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ പേരെന്താണ്? വസന്തോത്സവം 2023. കേരള ടൂറിസം വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ പേരാണ് വസന്തോത്സവം 2023. യൂണിസെഫിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായ സ്ഥലം ഏതാണ്? ഗാസ. പാലസ്തീനിലെ ഗാസയാണ് യൂണിസെഫിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് കുട്ടികൾക്ക് ഏറ്റവും അപകടകരമായ സ്ഥലം. സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡാലിയൻ നേടിയ ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ് ആരാണ്? മീര ചന്ദ്. ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റായ മീര ചന്ദിനാണ് സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡാലിയൻ ലഭിച്ചത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ GI ടാഗുകൾ നേടിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ GI ടാഗുകൾ നേടിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ സംസ്ഥാനം.
വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? മൗറീഷ്യസ്. മൗറീഷ്യസ് ആണ് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. ഇന്ത്യയിലെ ഏത് ഇ-കൊമേഴ്സ് സ്ഥാപനമാണ് ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണത്തിനുള്ള ദേശീയ അവാർഡ് നേടിയത്? ആമസോൺ ഇന്ത്യ. ഇന്ത്യയിലെ ഇ-കൊമേഴ്സ് സ്ഥാപനമായ ആമസോൺ ഇന്ത്യയാണ് ഭിന്നശേഷിയുള്ളവരുടെ ശാക്തീകരണത്തിനുള്ള ദേശീയ അവാർഡ് നേടിയത്. തമിഴ്നാട്ടിൽ റെയിൽവേ ട്രാക്ക് തകർന്നതിനെ തുടർന്ന് 500-ൽ പരം യാത്രക്കാർ കുടുങ്ങിയത് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ്? ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷൻ. തമിഴ്നാട്ടിൽ റെയിൽവേ ട്രാക്ക് തകർന്നതിനെ തുടർന്ന് 500-ൽ പരം യാത്രക്കാർ കുടുങ്ങിയത് ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിലാണ്. ചെന്തൂർ എക്സ്പ്രസ് ആണ് സ്റ്റേഷനിൽ 40 മണിക്കൂറിലേറെ കുടുങ്ങിയത്. മറവി രോഗമായ ഡിമെൻഷ്യ ബാധിച്ചവർക്കായി കേരളത്തിൽ തയ്യാറാക്കിയ സ്റ്റാർട്ടപ്പിന്റെ പേരെന്താണ്? ഈസ് ഡിമെൻഷ്യ. ഈസ് ഡിമെൻഷ്യ എന്ന സ്റ്റാർട്ടപ്പാണ് മറവി രോഗമായ ഡിമെൻഷ്യ ബാധിച്ചവർക്കായി കേരളത്തിൽ തയ്യാറാക്കിയ സ്റ്റാർട്ടപ്പ്. IMAയുടെ പിന്തുണയോടെ നടന്ന ഹോസ്പെക്സ് ഹെൽത്ത് കെയർ എക്സ്പോയിൽ മികച്ച ആരോഗ്യ സംബന്ധമായ സ്റ്റാർട്ടപ്പിനുള്ള പുരസ്കാരം ലഭിച്ചത് ഈസ് ഡിമെൻഷ്യക്കാണ്. സംഗീത നാടക അക്കാദമിയുടെ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ് ഫോക്ക് 2024 ഫെബ്രുവരിയിൽ നടക്കുന്നത് എവിടെ വെച്ചാണ്? തൃശ്ശൂർ. തൃശ്ശൂരിൽ വെച്ചാണ് സംഗീത നാടക അക്കാദമിയുടെ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ് ഫോക്ക് 2024 ഫെബ്രുവരിയിൽ നടക്കുന്നത്. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നതാണ് ഇറ്റ് ഫോക്കിന്റെ പൂർണ്ണ രൂപം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്